ഹലോ. ഞാൻ ഒരു ചെറിയൊരു കാര്യം പറയാനായിട്ട് എൻ്റെ ഈ ഓൺ വോയിസിൽ വന്നത്. ഞാൻ ഒരു 21 വയസ്സൊക്കെ ആയ സമയത്താണ് എനിക്ക് ടച്ചിൻ്റെ ഫോണൊക്കെ അത് എന്താണെന്ന് പോലും വ്യക്തമായിട്ട് അറിയത്തില്ല. ഒരു ഫോൺ ഉപയോഗിക്കുന്നത് എങ്ങനെയാണ് അതൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. കല്യാണം കഴിഞ്ഞതിന് ശേഷം ഹസ്ബൻഡാണ് എല്ലാം പറഞ്ഞു തന്നത്. അപ്പോഴേ ഒന്നാമത്തെ കാര്യം ഇത്രയേ ഉള്ളൂ. ഞാൻ ഇന്നലെ ഒരു കാഴ്ച കണ്ടു കൊട്ടാരക്കര ബസ് സ്റ്റാൻഡിൽ വെച്ചിട്ട്. ആ കുട്ടി 9ാം ക്ലാസ്സിലെങ്ങാണ്ട് പഠിക്കുകയാണ്. കായംകുളത്തുനിന്ന് നമ്മുടെ ഈ അവിടെ ഹോസ്റ്റലിലാണ് നിന്ന് പഠിക്കുന്നത്. 9ാം ക്ലാസ്സിലെ കുട്ടിയാണെന്ന് ഓർക്കണം. ഹോസ്റ്റലിൽ നിന്ന് പഠിച്ചിട്ട് നമ്മുടെ ഓണത്തിൻ്റെ വെക്കേഷനാണ് കുട്ടി നാട്ടിലേക്ക് വരുന്നത്. നാട് കിളിമാനൂർ. അങ്ങനെ തിരിച്ച് വരുന്ന വഴിക്ക് ഞാൻ ഇന്നലെ വരുന്ന വഴിക്ക് ബസ്സിനകത്ത് നിന്ന് ആ കുട്ടി അതിൻ്റെ അപ്പുറത്തെ സീറ്റിലുണ്ട്. അങ്ങനെ കുട്ടി ഫോണിൽ കൂടെ സംസാരിക്കുന്നത് കേട്ട്. അത് സത്യം പറഞ്ഞാൽ എന്താ പറയുക, ഏത് രീതിയിലുള്ള സംസാരമാണെന്ന് ഊഹിക്കാമല്ലോ. ആരോടാണോ സംസാരിക്കുന്നതെന്ന് അറിയത്തില്ല. സംസാരിച്ചു. അത് കഴിഞ്ഞൊരു ഫോണ്. സത്യം പറഞ്ഞാൽ നമ്മൾ മക്കളെ സൂക്ഷിക്കുക. എനിക്കുമുണ്ട് 2 മക്കൾ. മക്കളെ മാക്സിമം സൂക്ഷിക്കുക. അത് എനിക്ക് പറയാനുള്ളൂ. അവരെന്താ ചെയ്യണ്ടേ, അവരെ രക്ഷിതാക്കളെ അച്ഛനമ്മ എന്ന രീതിയിലല്ല, നല്ല ഫ്രണ്ട്സ്. നമുക്ക് എന്തും ഷെയർ ചെയ്യാൻ പറ്റണം. മക്കൾക്ക് നമ്മളോട് എന്തും ഷെയർ ചെയ്യണം. എന്ത് പ്രശ്നമാവട്ടെ, ഇനി എന്താവട്ടെ. ഇപ്പം അമ്മ അടിക്കും അല്ലെങ്കിൽ അച്ഛൻ അടിക്കും എന്ന് വിചാരിച്ചാലും കുഴപ്പമില്ല. ഒരടിയല്ലി കൊള്ളൂ അല്ലെങ്കിൽ ഒരു വഴക്കല്ലി കൊള്ളൂ, എന്നാലും പറയാൻ പറ്റണം എന്ത് തന്നെ ആയാലും. ചില മക്കൾ മറച്ചു വെക്കും. അമ്മ അടിക്കും, അച്ഛൻ വഴക്ക് പറയും എന്നൊക്കെ വെച്ചിട്ട്. പക്ഷെ എല്ലാ മക്കളും അമ്മയോട് ഷെയർ ചെയ്യണം. അമ്മയോട് ഷെയർ ചെയ്താൽ നമുക്ക് തെറ്റാണെങ്കിൽ അമ്മ അത് ചൂണ്ടിക്കാണിക്കും, ശരിയാണെങ്കിൽ മോളെ അത് ചെയ്തോ എന്ന് പറയും. അപ്പം ഉറപ്പായും നമ്മൾ അമ്മമാരോട്, അച്ഛന്മാരോടല്ലെങ്കിലും അമ്മമാരോട് എന്ത് ഷെയർ ചെയ്യാം. എന്തും അമ്മമാരെ കൂട്ടുകാരിയെ പോലെ വേണം നമ്മൾ സംസാരിക്കുക. പിന്നെ ചെറിയ തെറ്റൊക്കെ വരും മക്കളിൽ. നമ്മളതിൽ മാക്സിമം അവരെ കുഴപ്പമില്ല മോളെ, കുഴപ്പമില്ല എന്നൊക്കെ പറയുമ്പം മക്കൾക്ക് എന്ത് നമ്മളോട് പറയാനൊരു ഇതുണ്ടാവും. പിന്നെ മക്കളെ മാക്സിമം സൂക്ഷിക്കാൻ നോക്കുക. എനിക്ക് എല്ലാ രക്ഷിതാക്കളോടും പറയാൻ ഇതേ ഉള്ളൂ. കാരണം നമ്മുടെ ഈ ലോകം എങ്ങോട്ടാണ് പോകുന്നതെന്ന് ആർക്കും പറയാൻ പറ്റത്തില്ല. കൊച്ചു പിള്ളേരിൽ തന്നെ ഫോൺ ഉണ്ടാകുന്നു. പല കാര്യങ്ങളും ഞങ്ങൾ പുറത്തു പോകുമ്പോൾ കാണുന്നുണ്ട്. കൊച്ചുങ്ങൾ പല ഫോണ്, പല അഫെയർ, എവിടെയൊക്കെ ഏതൊക്കെ ഭാഗങ്ങൾ കൊച്ചു പിള്ളേർ തമ്മിൽ കാണുന്നുണ്ട്. നമ്മൾ പല വീഡിയോസ് കാണുന്നില്ലേ, 9ാം ക്ലാസ്സുകാരി 8ാം ക്ലാസ്സുകാരി. എന്ത് ലോകമാണ് ഇത്. എന്നാലും മാക്സിമം നമുക്കും നോക്കാം. മക്കളെ മാക്സിമം നോക്കിയാൽ അങ്ങനെയൊന്നും പെടത്തില്ല. ഓക്കെ.